പിടിച്ചുകുലുക്കുന്ന രഹസ്യ വെളിപ്പെടുത്തൽ പുറത്തുവിട്ട ന്യൂയോർക്ക് ടൈംസ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് പിന്നിൽ നടന്നത് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന അട്ടിമറി നീക്കമാണെന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു കാലത്ത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നമ്പർ 1 ശത്രുവായി വിശേഷിപ്പിക്കപ്പെട്ട മുഹമ്മദ് അഹമ്മദി നജാദിനെ അദ്ദേഹത്തെ തന്നെയായിരുന്നു ഇറാനിലെ പുതിയ ഭരണാധികാരിയായി തന്നെ അമേരിക്ക കണ്ടുവച്ചതെന്നതാണ് റിപ്പോർട്ടിലെ ഏറ്റവും വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായി തന്നെ ആ റിപ്പോർട്ട് തുറന്നു പറയുന്നത്. 2005 മുതൽ 2013 വരെ ഇറാൻ പ്രസിഡന്റ് ആയിരുന്ന നജാദ് ആകട്ടെ ഇസ്രായേലിന്റെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കണം എന്ന കടുത്ത ഒരു പ്രസ്താവനയിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ നേതാവാണ്. അതേപോലെ തന്നെ വലിയ രീതിയിൽ അവിടെ പല രീതിയിലും കോലാഹലങ്ങൾ സൃഷ്ടിച്ചിട്ട് പോലും അവിടെ നിഷേധിച്ച അണുബോംബ് വികസനത്തെ ശക്തമായി തന്നെ പിന്തുണച്ചും വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി തന്നെ ഇദ്ദേഹം മാറിയിരുന്നു. എന്നാൽ പിന്നീട് ഇറാൻ ഭരണകൂടത്തോട് തന്നെ അകന്ന നജാദ് ആകട്ടെ അയത്തുള്ള അലി ഖൊമേനിയുടെ വലിയൊരു വിരോധിയായി തന്നെ മാറുകയായിരുന്നു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ശ്രമം 3 തവണ അവിടെ തടസ്സപ്പെട്ടു. ഇസ്രയേലുമായി രഹസ്യ ബന്ധമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് യുദ്ധത്തിന് മുൻപേ തന്നെ വീട്ടുതടങ്കലിലാവുകയാണ് ചെയ്തത്. അതിലേറെയും ഞെട്ടിക്കുന്നത് വീട്ടുതടങ്കലിലായിരിക്കെ തന്നെ മൊസാദ് നജാദുമായി രഹസ്യ ചർച്ച നടത്തിയെന്നും നിലവിലെ ഭരണകൂടം അവിടെ വീണാൽ പുതിയ പ്രസിഡന്റ് ആകണമെന്ന ഡീൽ അദ്ദേഹം സമ്മതിച്ചു എന്നതാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായി തന്നെ പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയം തന്നെ മാറ്റിമറിച്ച അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കാൻ ശേഷിയുള്ള ഈ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ ലോക രാഷ്ട്രങ്ങളിൽ വൻ ചർച്ചയായി മാറുകയാണ്. യുദ്ധത്തിന്റെ 1ാം ദിവസം ടെഹ്റാനിൽ നജാദ് ആകട്ടെ അവിടെ തടവിൽ കഴിയുന്ന വീടിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. നജാദിനെ മോചിപ്പിക്കാൻ നടത്തിയ ആ ആക്രമണം പക്ഷേ ചീറ്റി പോവുകയും സുരക്ഷാ ഗാർഡുകൾ കൊല്ലപ്പെടുകയുമാണ് ചെയ്തത്. ആക്രമണത്തിൽ പക്ഷേ നജാദിനും ഗുരുതരമായി പരിക്കേറ്റു. രക്ഷപ്പെട്ടെങ്കിൽ പോലും അതോടുകൂടി തന്നെ നജാദ് പിൻവാങ്ങുകയാണ് ചെയ്തത്. ഭരണമാറ്റ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയും അതിനുശേഷം ആരും അദ്ദേഹത്തെ പരസ്യമായി തന്നെ കണ്ടിട്ടില്ല. നിലവിലെ അവസ്ഥയോ ആരോഗ്യാവസ്ഥയോ ഒന്നും തന്നെ ആർക്കും അറിയില്ല. അതേപോലെ തന്നെ അഹമ്മദി നജാദിന് പാശ്ചാത്യ രാജ്യങ്ങളുമായി തന്നെ നിഗൂഢ ബന്ധമുള്ളതായി തന്നെ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. 2019 ദ ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ നജാദ് ആകട്ടെ പ്രസിഡന്റ് ട്രംപിനെ പ്രശംസിക്കുന്ന ഒരു വാചകം അതിലുണ്ട്. അതേപോലെ തന്നെ നജാദിന്റെ സ്വന്തക്കാരിൽ ചിലർ ഇസ്രായേലിനായി തന്നെ ചാരപ്പണി നടത്തിയെന്നും ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നജാദിന്റെ മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് ആകട്ടെ 2018 വിചാരണ ചെയ്യപ്പെടുകയും മൊസാദുമായുള്ള ബന്ധമായിരുന്നു കേസിലെ പ്രധാന വിഷയമായി തന്നെ എടുത്തു പറയുന്നത്. കുറച്ചു വർഷങ്ങളായി തന്നെ നജാദ് നടത്തിയ വിദേശ യാത്രകളും വിവാദമായിരുന്നു. 2023 അദ്ദേഹം ഗ്വാട്ടിമല സന്ദർശിക്കുകയും 2024 2025 ഹംഗറി യാത്ര നടത്തുകയും ചെയ്തിരുന്നു. ഈ 2 രാജ്യങ്ങൾക്കും ഇസ്രായേലുമായി അടുത്ത ബന്ധമുണ്ട്. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിയതിന് തൊട്ടു മുൻപാണ് ഹംഗേറിയിൽ നിന്ന് നജാദ് മടങ്ങിയെത്തിയത്. യുദ്ധം വന്നപ്പോൾ നജാദ് അവിടെ വലിയ രീതിയിൽ പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയും അദ്ദേഹത്തിന്റെ മൗനം ഇറാന്റെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കുക, ബാലിസ്റ്റിക് മിസൈലുകൾ നശിപ്പിക്കുക, അവയുടെ ഉൽപാദന കേന്ദ്രങ്ങൾ തകർക്കുക, നാവികസേനയെ തകർക്കുക, ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഹൂതികളെയും ഒരേപോലെ തന്നെ സമീപ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇറാന്റെ നിഴൽ സംഘടനകളെ ദുർബലപ്പെടുത്തുക. ഇറാനെതിരെ യുദ്ധത്തിനൊരുങ്ങുമ്പോൾ അമേരിക്കയും ഇസ്രായേലും പരസ്യമായി പറഞ്ഞത് ഈ ലക്ഷ്യങ്ങളായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും യഥാർത്ഥ ലക്ഷ്യം ഇത് മാത്രമായിരുന്നില്ല. ഇറാനിലെ ഇസ്ലാമിക് ഭരണകൂടത്തെ അട്ടിമറിക്കുക, അവിടെ പുതിയ ഭരണകൂടത്തെ സ്ഥാപിക്കുക, ഇതായിരുന്നു അവിടെ വലിയ രീതിയിൽ പറയാതെ ഇരുന്നു കൊണ്ട് ഇരു രാജ്യങ്ങളും കാത്തുവെച്ച യഥാർത്ഥ ലക്ഷ്യമെന്നതാണ് പറയപ്പെടുന്നത്. അതേസമയം ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരും വിമർശകരും ഉപയോഗിച്ച രാഷ്ട്രീയ പ്രതിസന്ധി അവിടെ വലിയ രീതിയിൽ ഉണ്ടാക്കുക, നിലവിലെ ഭരണകൂടത്തിലെ പ്രമുഖരെ താഴെ ഇറക്കാതെ തന്നെ ഇല്ലാതാക്കുക, യുദ്ധത്തിന്റെ മറവിൽ ഭരണമാറ്റം നടത്തുക എന്നതായിരുന്നു അതിലുള്ള പ്രധാന തന്ത്രമായി തന്നെ പറയപ്പെടുന്നത്. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു ഇറാനെതിരായ യുദ്ധം അവിടെ നടത്താൻ 3 ഘട്ടമായി തന്നെ പ്ലാൻ ചെയ്തതായും ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.